നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള ഒരു വർഷക്കാലം ധനുരാശിക്കാർക്ക് എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത്, എന്തെങ്കിലും കഷ്ടതകൾ ഉണ്ടെങ്കിൽ അത് മാറ്റുന്നതിന് എന്തെല്ലാം പ്രാർത്ഥനകളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് വിശദമായി പരിശോധിക്കാം. ധനുരാശി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യപാദം വരുന്ന 2.25 നക്ഷത്രമാണ് ധനുരാശി. ധനുരാശിക്കാരുടെ ഇപ്പോഴത്തെ രാശി നില, അവരുടെ ശനി 2ാം ഭാവത്തിൽ, അതായത് 3ാം ഭാവത്തിൽ നിൽക്കുന്നു. 3ലെ ശനി ഇവർക്ക് വളരെ ഗുണഫലം തന്നെയാണ്. വളരെ 7.5 ശനിയുടെ കഷ്ടതകളൊക്കെ അനുഭവിച്ച് തീർന്നിട്ട് 2.5 വർഷമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ ശനി 3ാം ഭാവത്തിൽ നിന്നുകൊണ്ട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരുന്ന ഒരു സമയമാണ്. എന്നാൽ വ്യാഴം അല്പം മറവിലായിരുന്നു, 6ാം ഭാവത്തിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ 29/3/2025 3ലെ ശനിയുടെ ഗുണഫലങ്ങളെല്ലാം മാറി അല്പം കണ്ടകശനി, അതായത് കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ വരുവാനുള്ള സാധ്യതകൾ ഉണ്ട്. വീട് പണിയൊക്കെ തുടങ്ങിയവർക്കൊക്കെ അതൊക്കെ പൂർത്തീകരിക്കാൻ ചില ബുദ്ധിമുട്ടുകൾ, സ്ഥലത്തിന്റെ ക്രയവിക്രയം, അതുപോലെ വീട് വിൽപ്പന, വാങ്ങല്, അതുപോലെ വീട്ടിലുള്ളവരുടെ തമ്മിലുള്ള എല്ലാവരും തമ്മിലുള്ള ഒരു ഐക്യം, ഇതൊക്കെ ഒന്ന് മാർച്ച് അവസാനത്തോടുകൂടി അല്പം പ്രതിസന്ധിയിലാകുവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ രാശിനാഥനായ മഹാവിഷ്ണുവിനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും ശനീശ്വരനായ ഹനുമാൻ സ്വാമിയെയും ധർമ്മശാസ്താവിനെയും ഒക്കെ പ്രാർത്ഥിക്കുക. ശനീശ്വരന് പൂജയൊക്കെ ചെയ്തു കഴിയുമ്പോൾ ആ കണ്ടകശനിയുടെ ദോഷം ഒരു പരിധിവരെ കുറഞ്ഞു കിട്ടും. സ്വക്ഷേത്രത്തിൽ ശനിയുടെ സ്വക്ഷേത്രത്തിൽ നിൽക്കുമ്പോഴുള്ള അത്രയും കാഠിന്യം ഈ കണ്ടകശനിക്ക് ഉണ്ടാവുകയില്ല. കാരണം രാശിനാഥനായ വ്യാഴത്തിന്റെ ക്ഷേത്രത്തിലേക്കാണ് ശനി മാറുന്നത്. അതുകൊണ്ട് തന്നെ വ്യാഴപ്രീതി വരുത്തുമ്പോൾ ശനിയുടെ ദോഷം പൊതുവെ കുറഞ്ഞു കിട്ടും. ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുക, അതുപോലെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുക, ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതോടൊപ്പം തന്നെ നവഗ്രഹ ക്ഷേത്രത്തിലും ശനീശ്വര പൂജയൊക്കെ വർഷത്തിൽ ഒരിക്കൽ ചെയ്താൽ, ജന്മനക്ഷത്രത്തിൽ ചെയ്താൽ വളരെ ഗുണഫലങ്ങൾ ഉണ്ടാവുന്നതാണ്. എള്ള് ദാനം ചെയ്യുന്നതോ, ശനിയാഴ്ചകളിൽ കറുത്ത വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നതോ, നീല വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നതോ ഒക്കെ കൂടുതൽ ഗുണഫലങ്ങൾ നൽകും. അപ്പൊ ശനിയുടെ രാശിമാറ്റം ഇവർക്ക് അല്പം ദോഷകരമാണ്. എന്നാൽ വ്യാഴത്തിന്റെ രാശിമാറ്റം ഇപ്പോൾ 6ാം ഭാവത്തിലാണ്. ഇടവൻ രാശിയിൽ നിൽക്കുന്ന രാശിനാഥനായ, ധനുരാശിക്കാരുടെ രാശിനാഥനായ വ്യാഴം മാർഗസ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളതൊരു വലിയ സന്തോഷം തന്നെയാണ്. 7ാം ഭാവത്തിൽ വിവാഹം മുടങ്ങിക്കിടക്കുന്നവർക്ക്, അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക്, പ്രണയിതാക്കൾക്കൊക്കെ വളരെ ആശ്വാസം വരുന്ന 7ാം ഭാവത്തിലേക്ക് വ്യാഴം 14/5/2025 രാത്രിയിൽ മാറും. ഒരു വർഷത്തെ കാലത്തേക്കാണ് വ്യാഴത്തിന്റെ ഈ മാറ്റം. ഈ മാറ്റം ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷവും സമാധാനവും സംതൃപ്തിയും നൽകുന്നതാണ്. പല കാര്യങ്ങളും തുടങ്ങി വെച്ചിട്ട് അവസാനിപ്പിക്കാൻ കഴിയാതെ വന്നതൊക്കെ പൂർത്തീകരിക്കാൻ മാർഗം തെളിഞ്ഞു വരും. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ കാര്യത്തിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. ഉപരിപഠനത്തിനുള്ള പണം ആവശ്യത്തിന് വന്നു ചേരും. അതുപോലെ തന്നെ സഹോദരങ്ങളുമായി നല്ല ഐക്യത്തിലുണ്ടാവും. കുടുംബത്തിലുള്ളവർ തന്നെ പരസ്പര ഐക്യത്തോടെ ഇരുന്നുകൊണ്ട് പുതിയ കരാറുകളിലോ അല്ലെങ്കിൽ പുതിയ എഗ്രിമെന്റുകളൊക്കെ വച്ച് പഠനം എളുപ്പമാക്കുന്നതിന്, വിവാഹ ജീവിതം ഏറ്റവും സന്തോഷപൂർണമാക്കുന്നതിന്, സന്തതികളുടെ എല്ലാവിധ ഉയർച്ചയ്ക്ക് വേണ്ടിയും ഷഷ്ടിവ്രതം എടുക്കുന്നതിനും, സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതിന്, ഭദ്രകാളിയെ പ്രാർത്ഥിക്കുന്നതിന്, അതുപോലെ തന്നെ ഗണപതി ഭഗവാന് വല്ലപ്പോഴും ഒരിക്കൽ ഒരു ഗണപതി ഹോമം കഴിക്കുക, ദിവസവും ഗണപതിക്ക് ഏത്തമിടുക, സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്യുന്നതോടുകൂടി ഗുണഫലങ്ങൾ ഇരട്ടിക്കുന്നതേ ഉള്ളൂ. അതോടുകൂടി ദുരിതങ്ങളുടെ ഒരു ഘോഷയാത്ര മാറിക്കിട്ടി അനുകൂലമായൊരു സാഹചര്യം ധനുരാശിക്കാർക്ക് വരുന്നു എന്നുള്ളത് ഒരു സന്തോഷം തന്നെയാണ്. വ്യാഴത്തിന്റെ മാറ്റത്തോടൊപ്പം തന്നെ രാഹുകേതുക്കളുടെ മാറ്റവും ഒരു വലിയ അനുകൂലമായ സാഹചര്യമാണ് വരുന്നത്. 18/5/2025 4ാമിടത്ത് നിന്ന് രാഹു 3ാമിടത്തേക്ക് മാറുന്നു എന്നുള്ളത് വലിയൊരാശ്വാസം തന്നെയാണ്. അപ്പോൾ വക്ര
വക്രത്തിലേക്ക് വരുമ്പോൾ, അതായത് പുറകോട്ടാണ് രാഹു സഞ്ചരിക്കുന്നത്. അപ്പൊ രാഹുവിന്റെ ആ രാശിമാറ്റം കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ വരുത്തും. അതുപോലെ തന്നെ കേതു 10ാം ഭാവത്തിലാണ് നിന്നിരുന്നത്, അതിപ്പോ 9ലേക്ക് മാറുന്നു. 9ലേക്ക് മാറുന്നത് കൊണ്ട് അതീവ ദോഷമൊന്നുമില്ല. കർമ്മരംഗത്ത് വന്നിരുന്ന ചെറിയ കഷ്ടതകളൊക്കെ മാറി ഒരു അനുകൂല സാഹചര്യം തെളിഞ്ഞു വരും. പൊതുവേ പറഞ്ഞാൽ ബുധന്റെയും ശുക്രന്റെയും ഒക്കെ രാശിമാറ്റം വളരെ കുറച്ചേ ഉള്ളൂ. എന്നാൽ ചൊവ്വയുടെ രാശിമാറ്റം, കർക്കിടകൻ രാശിയിൽ നിന്നും ചൊവ്വ വക്രത്തിലേക്ക് വരുന്ന ആ മിഥുനൻ രാശിയിലേക്ക് ചൊവ്വ വരുമ്പോഴുള്ള അത്രയും സമയം അനുകൂലമാണ്. പിന്നെ വീണ്ടും കർക്കിടകത്തേക്ക് വന്നാലും കർക്കിടകത്തിൽ നിന്ന് ചിങ്ങത്തിലേക്ക് വന്നാലും അതീവ ദുരിതം ഉണ്ടാവുകയില്ല. പൊതുവേ പറഞ്ഞാൽ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ യോഗം വരുന്ന ഒരു സമയമാണ്. ഇവരെ സംബന്ധിച്ചിട്ട് പ്രധാനമായിട്ടും പ്രാർത്ഥനകൾ മുടങ്ങാതെ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക, അതുപോലെ ഗണപതി ഭഗവാന് കർഗമാല ചാർത്തുമൊക്കെ ചെയ്യുമ്പോൾ ഫലങ്ങൾ കൂടുതൽ കൂടുതൽ അനുകൂലത്തിലേക്ക് വരുന്നതാണ്. നമുക്കൊന്ന് ഫലങ്ങളൊന്ന് നോക്കാം. ഗ്രഹസുഖവും ദാമ്പത്യ സൗഖ്യവും കുടുംബാംഗങ്ങൾക്ക് ഒരു എല്ലാവിധ മാനസിക സംതൃപ്തിയും വന്നു ചേരും. ബന്ധുജന പ്രീതി ഉണ്ടാവും. ആരോഗ്യ പുഷ്ടി വന്നു ചേരും. അതുപോലെ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റങ്ങളും വിവാഹാദി മംഗളകർമ്മങ്ങളും ഒക്കെ വരാനും വിശേഷ വസ്ത്രാഭരണങ്ങളൊക്കെ വാങ്ങുവാനുള്ള യോഗവും കാണുന്നു. സൽസന്താന സംതൃപ്തി, അതായത് വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാതിരിക്കുന്നവർക്ക് സൽസന്താന യോഗങ്ങളൊക്കെ കാണുന്നു. അതുപോലെ ഭൂമി വാഹനങ്ങളൊക്കെ വാങ്ങാനും അത് ക്രയവിക്രയം ചെയ്യുവാനുമുള്ള യോഗം ഉണ്ടാകുന്നു. വ്യാപാര വ്യവസായങ്ങളിലൊക്കെ സ്വല്പം ലാഭം, ഒരുപാട് ലാഭങ്ങളില്ലെങ്കിലും ജീവിക്കുവാനുള്ള വക കിട്ടുവാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നു. കുട്ടികളുടെ പഠനത്തിൽ കുറച്ച് ശ്രദ്ധ, ഹയഗ്രീവ സ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും അതുപോലെ തന്നെ സരസ്വതി ദേവിയൊക്കെ പ്രാർത്ഥിക്കുന്ന കൊല്ലൂരും പറവൂരും പനച്ചിക്കാടും തിരുവുള്ളക്കാവിലുമൊക്കെ കുട്ടികളുടെ പരീക്ഷ എടുക്കുന്ന സമയത്ത് ദർശനം നടത്തി പൂജ ചെയ്യുന്നത് വളരെ ഗുണഫലങ്ങൾ നൽകും. എല്ലായ്പ്പോഴും മൂകാംബി ദേവിയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ഗുണഫലങ്ങൾ വരും. 10ാം ഭാവത്തിൽ നിന്നിരുന്ന കേതു 9ാം ഭാവത്തിലേക്ക് മാറുന്നതുകൊണ്ട് അന്നപൂർണേശ്വരി സ്തവം മുടങ്ങാതെ ജപിക്കുന്നത് നല്ലതായിരിക്കും. സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റത്തിനുള്ള യോഗം കാണുന്നുണ്ട്. എല്ലാ നന്മകളും 2025 ധനുരാശിക്കാർ ഏറ്റവും ഗുണഫലങ്ങൾ അനുഭവിക്കുവാൻ അവരുടെ വ്യാഴം അവർക്കെല്ലാം മാന്യതയും തരും. 7ാം ഭാവത്തിലേക്ക് വരുന്ന വ്യാഴത്തിൻ്റെ മാറ്റം ഏറ്റവും ഒരു നല്ല സാഹചര്യം ഈ ധനുരാശിക്കാർക്ക് നൽകും എന്നുള്ളൊരു വിശ്വാസത്താൽ, ഗണപതിയുടെ അനുഗ്രഹത്താൽ, മൂകാംബി ദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാം മംഗളമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.